HS Radio. ശിവഗിരി HS Radio. സാസദസനിധ പനിധ മഗ മഗരിസ. സാസദസനിധ പനിധ മഗ മഗരിസ. ശിവഗിരി HS Radio. പോയ വാരത്തിലെ പ്രധാന വിശേഷങ്ങൾ അവതരിപ്പിക്കുന്നത് യുവിക, അനോന സിദ്ധു, അതിഥി. പോയ വാരത്തിലെ പ്രധാന വിശേഷങ്ങൾ. സുനിത ഇറങ്ങിയത് മൂന്നാമത്. സുനിതയ്ക്ക് ഇനി പുതിയ ആകാശം, പുതിയ ഭൂമി. തേനീച്ചക്കൂടുകൾ നീക്കി. DA അനുവദിച്ച് ഉത്തരവായി. ഫിൻലാൻഡുകാർ ഹാപ്പിയാണ്, ഇന്ത്യക്കാർ അത്ര സന്തുഷ്ടരല്ല. ഛത്തീസ്ഗഡിൽ 30 മാവോയിസ്റ്റുകൾ കൊല്ലപ്പെട്ടു. നിത്യലഹരിക്കാർക്ക് ഇനി മഹല്ല് വിലക്ക്. പോരാട്ടം പ്രഖ്യാപിച്ച് പുതുപ്പാടിയിലെ മഹല്ല് കമ്മിറ്റികൾ. ചരിത്രം കിർസ്റ്റി. കേന്ദ്രം ഓണറേറിയം വർദ്ധിപ്പിക്കുന്നതനുസരിച്ച് സംസ്ഥാനം വർദ്ധിപ്പിക്കുമെന്ന് മുഖ്യമന്ത്രി. പോയ വാരത്തിലെ പ്രധാന വിശേഷങ്ങൾ വിശദമായി. സുനിത ഇറങ്ങിയത് മൂന്നാമത്. 2024 ജൂൺ 5 ബോയിങ്ങിന്റെ സ്റ്റാർ ലൈനർ പേടകത്തിൽ ISSൽ പോയ സുനിതയും ബുച്ചും സ്പേസ് എക്സിന്റെ ക്രൂ ഡ്രാഗൺ പേടകത്തിലാണ് ബുധനാഴ്ച ഫ്ലോറിഡയുടെ തീരക്കടലിൽ ഇറങ്ങിയത്. 2024 സെപ്റ്റംബറിൽ ISSൽ പരീക്ഷണ നിരീക്ഷണങ്ങൾക്കായി എത്തിയ നിക് ഹേഗിന്റെയും അലക്സാണ്ടർ നോർബുനോവിന്റെയും ഒപ്പമായിരുന്നു ഇരുവരുടെയും മടക്കയാത്ര. വെള്ളത്തിലിറങ്ങിയ പേടകം വീണ്ടെടുക്കാൻ സ്പേസ് എക്സിന്റെ ബോട്ടുകൾ സജ്ജമായി നിന്നു. വീണ്ടെടുത്ത പേടകത്തിൽ നിന്ന് പുറത്തെത്തിച്ച 4 യാത്രികരെയും ഹെലികോപ്റ്ററിൽ ഹൂസ്റ്റണിൽ എത്തിച്ചു. പേടകത്തിൽ നിന്ന് മൂന്നാമതായാണ് സുനിത പുറത്തിറങ്ങിയത്. അവസാനം ബുച്ചും. എന്തൊരു യാത്രയായിരുന്നു, പേടകത്തിൽ മുഴുവൻ ചിരിയാണ് ഞാൻ കണ്ടത് എന്ന് ക്രൂ ഡ്രാഗണിന്റെ കമാൻഡറായിരുന്ന നിക് ഹേഗ് പറഞ്ഞു. ഫ്രീഡം എന്നു പേരിട്ട ഡ്രാഗൺ 17 മണിക്കൂർ യാത്ര ചെയ്താണ് ഭൂമിയിലെത്തിയത്. ഒരു ഘട്ടത്തിൽ മണിക്കൂറിൽ 28,800 കിലോമീറ്റർ ആയിരുന്നു വേഗം. സുനിതയ്ക്ക് ഇനി പുതിയ ആകാശം, പുതിയ ഭൂമി. 1963 ജൂൺ 16 കസ്കസ്താനിലെ ബൈക്കനൂർ കോസ്മോഡ്രോമിൽ നിന്ന് സോവിയറ്റ് യൂണിയന്റെ വോസ്റ്റോക്ക് 6 ബഹിരാകാശം ലക്ഷ്യമാക്കി കുതിച്ചുയർന്നു. ചരിത്രത്തിലാദ്യമായി ഒരു വനിത ബഹിരാകാശത്തേക്ക് പറക്കുകയാണ്, അതും ഒറ്റയ്ക്ക്. ആകാശത്തെയും നക്ഷത്രങ്ങളെയും സ്വപ്നം കണ്ടു വളർന്ന വാലന്റീന തെരഷ്കോവ എന്ന 26-കാരിയായിരുന്നു അത്. ബഹിരാകാശത്തെത്തിയ ഏറ്റവും പ്രായം കുറഞ്ഞ വനിതയെന്ന റെക്കോർഡ് ഇന്നും വാലന്റീനയുടെ കിരീടത്തിലാണ്. ഭൂമിയെ 48 തവണ വലം വെച്ച തെരഷ്കോവ 3 ദിവസത്തോളം ബഹിരാകാശത്ത് ചെലവഴിച്ചു. 2024 നവംബർ വരെ 100 വനിതകളാണ് ബഹിരാകാശ യാത്ര പൂർത്തിയാക്കിയത്. 2025 മാർച്ച് വരെ 47 രാജ്യങ്ങളിൽ നിന്നായി ആകെ 682 പേരാണ് ബഹിരാകാശത്തെത്തിയത്. ഏറ്റവും കൂടുതൽ സ്ത്രീകളെ ബഹിരാകാശത്തെത്തിച്ചത് US ആണ്. സാലി റൈഡ് ആണ് ബഹിരാകാശത്ത് എത്തിയ ആദ്യ അമേരിക്കൻ വനിത. US സ്പേസ് ഏജൻസിയായ നാസയ്ക്ക് നിലവിലുള്ളതിൽ ഏറ്റവും കരുത്തറ്റ വനിതാ സഞ്ചാരികളിൽ ഒരാളാണ് സുനിത വില്യംസ്. സുനിത കൈവരിച്ച അവിസ്മരണീയമായ നേട്ടങ്ങൾ എക്കാലവും ചരിത്രത്തിൽ ഒഴിച്ചുകൂടാനാകാത്തതായി നിലനിൽക്കുമെന്നതിൽ സംശയമില്ല. വർഷങ്ങൾ നീണ്ട കഠിനാധ്വാനത്തിന്റെയും ദൃഢനിശ്ചയത്തിന്റെയും പേരാണ് സുനിത വില്യംസ്. തേനീച്ചക്കൂടുകൾ നീക്കി. കളക്ടറേറ്റിൽ ഭീതി പടർത്തിയ തേനീച്ചക്കൂടുകൾ നീക്കം ചെയ്തു. മണിക്കൂറുകൾ നീണ്ട ഓപ്പറേഷനിലൂടെയാണ് തേനീച്ചക്കൂടുകൾ നീക്കിയത്. കഴിഞ്ഞ ദിവസം ബോംബ് ഭീഷണിയെ തുടർന്ന് നടത്തിയ പരിശോധനയിലൂടെയാണ് കൂടിളക്കി തേനീച്ചകൾ പുറത്തെത്തിയിരുന്നത്. തേനീച്ച ആക്രമണത്തിൽ നിരവധി പേർക്ക് കുത്തേറ്റു. 3 വലിയ തേനീച്ചക്കൂടുകളും 6 ചെറിയ കൂടുകളുമാണ് ഉണ്ടായിരുന്നത്. ഏത് തരത്തിൽ കൂടുകൾ നീക്കം ചെയ്യണമെന്നത് സംബന്ധിച്ച് വലിയ കൂടിയാലോചനകളാണ് നടന്നത്. DA അനുവദിച്ച് ഉത്തരവായി. സർക്കാർ ജീവനക്കാർക്കും പെൻഷൻകാർക്കും 3% DA അനുവദിച്ച് ഉത്തരവായി. UGC, AITC, മെഡിക്കൽ വിദ്യാഭ്യാസം എന്നിവയ്ക്ക് കീഴിലെ ജീവനക്കാർക്കും പെൻഷൻകാർക്കും 4% DA. ആർക്കും മുൻകാല പ്രാബല്യമില്ല. ഏപ്രിൽ ആദ്യം ലഭിക്കുന്ന പെൻഷൻ മുതലും മെയ് മാസത്തിലെ ലഭിക്കുന്ന ഏപ്രിലെ ശമ്പളം മുതലും DA കിട്ടിത്തുടങ്ങും. ബജറ്റിൽ പ്രഖ്യാപിച്ചതനുസരിച്ചാണ് DA അനുവദിച്ചത്. ഇനി 16% കുടിശ്ശിക. ഫിൻലാൻഡുകാർ ഹാപ്പിയാണ്, ഇന്ത്യക്കാർ അത്ര സന്തുഷ്ടരല്ല.
ലോകത്തെ ഏറ്റവും സന്തുഷ്ട രാജ്യമായി തുടർച്ചയായ 8ാം തവണയും തിരഞ്ഞെടുക്കപ്പെട്ട യൂറോപ്യൻ രാജ്യമായ ഫിൻലാൻഡ് UN സ്പോൺസർഷിപ്പിൽ 143 രാജ്യങ്ങളിലായി നടത്തിയ വേൾഡ് ഹാപ്പിനെസ് സർവേയിലാണിത്. അഫ്ഗാനിസ്ഥാനാണ് പട്ടികയിൽ ഏറ്റവും പിന്നിൽ. അതേസമയം ഇന്ത്യക്കാർ അത്ര സന്തുഷ്ടരല്ലെന്നാണ് റിപ്പോർട്ട് പറയുന്നത്. ഇന്ത്യയുടെ സ്ഥാനം 118ആണ്. കഴിഞ്ഞ വർഷം 126 ആയിരുന്നു. യുദ്ധഭീതി ഒഴിയാത്ത യുക്രൈനും പാകിസ്ഥാനും താഴെയാണ് ഇന്ത്യയുടെ സ്ഥാനം. മാത്രവുമല്ല, ഇന്ത്യയിലെ വിവിധ വിഭാഗം ജനങ്ങൾക്കിടയിൽ വലിയ സന്തോഷ അസമത്വമുണ്ടെന്നും റിപ്പോർട്ടിൽ പറയുന്നു. ഛത്തീസ്ഗഡിൽ 30 മാവോയിസ്റ്റുകൾ കൊല്ലപ്പെട്ടു. ഛത്തീസ്ഗഡിൽ സുരക്ഷാ സേനയുമായുള്ള ഏറ്റുമുട്ടലിൽ 30 മാവോയിസ്റ്റുകൾ കൊല്ലപ്പെട്ടു. ഛത്തീസ്ഗഡിലെ ബാസ്തർ മേഖലയിലുള്ള ബീജാപ്പൂർ, കൻകർ ജില്ലകളിൽ നടന്ന ഏറ്റുമുട്ടലിലാണ് മാവോയിസ്റ്റുകൾ കൊല്ലപ്പെട്ടത്. രാവിലെ 7 മണിയോടെയാണ് ഏറ്റുമുട്ടലുണ്ടായത്. 18 മാവോയിസ്റ്റുകളുടെ മൃതദേഹം കണ്ടെടുത്തു. മൃതദേഹത്തിന് സമീപം തോക്കും മറ്റു ആയുധങ്ങളും ഉണ്ടായിരുന്നു. ഒരു ജവാനും വീരമൃത്യു വരിച്ചു. ബീജാപ്പൂർ, ദന്തേവാഡ ജില്ലകളിൽ ഇപ്പോഴും ഏറ്റുമുട്ടൽ തുടരുകയാണെന്നാണ് പോലീസ് അറിയിച്ചത്. ബീജാപ്പൂരിലെ കംഗ്ലൂർ മേഖലയിൽ മാവോയിസ്റ്റുകൾക്കെതിരെ സുരക്ഷാ സേനകൾ സംയുക്തമായി നടത്തിയ തിരച്ചിലിനിടയിലാണ് വെടിവയ്പുണ്ടായത്. സ്റ്റേറ്റ് ടാസ്ക് ഫോഴ്സും ഡിസ്ട്രിക്ട് റിവേഴ്സ് ഗാർഡും സംയുക്തമായാണ് ഓപ്പറേഷൻ നടത്തിയത്. ഏറ്റുമുട്ടൽ ഇപ്പോഴും തുടരുകയാണെന്നാണ് വിവരം. കഴിഞ്ഞ മാസം ബീജാപ്പൂർ ജില്ലയിൽ സുരക്ഷാ സേനയുമായുള്ള ഏറ്റുമുട്ടലിൽ 31 മാവോയിസ്റ്റുകൾ കൊല്ലപ്പെട്ടിരുന്നു. നിത്യലഹരിക്കാർക്ക് ഇനി മഹല്ല് വിലക്ക്. പോരാട്ടം പ്രഖ്യാപിച്ച് പുതുപ്പാടിയിലെ മഹല്ല് കമ്മിറ്റികൾ. ലഹരി ഉപയോഗിക്കുന്നവർക്ക് വിവാഹത്തിന് സാക്ഷ്യപത്രം നൽകില്ല. ലഹരി ഉപയോഗം സാമൂഹിക വിപത്തായി മാറിയതോടെ ശക്തമായ നടപടിയുമായി പുതുപ്പാടി പഞ്ചായത്തിലെ മഹല്ല് കമ്മിറ്റികൾ. ലഹരി വസ്തുക്കൾ ഉപയോഗിക്കുന്നവർക്ക് വിവാഹാവശ്യത്തിനും മറ്റും മഹല്ലുകളിലേക്ക് സ്വഭാവശുദ്ധി സാക്ഷ്യപത്രം നൽകില്ല. ഒരുവിധ ലഹരി കുറ്റകൃത്യങ്ങളിലും ഉൾപ്പെട്ടില്ലെന്ന് ഉറപ്പുവരുത്തും. സമൂഹത്തെ വെല്ലുവിളിച്ച് ലഹരി കുറ്റകൃത്യങ്ങളിൽ നിരന്തരം ഏർപ്പെടുന്നവരെ മഹല്ലു തലങ്ങളിൽ ബഹിഷ്കരിക്കും. കട്ടിപ്പാറ വേനക്കാവിൽ ലഹരിക്കടിമയായ മകൻ ഉമയെ വെട്ടിക്കൊന്നതിന്റെയും പുതുപ്പാടി നാക്കിലമ്പാടിയിൽ ഭർത്താവ് ഭാര്യയെ കുത്തിക്കൊന്നതിന്റെയും പശ്ചാത്തലത്തിലാണ് പ്രദേശത്തെ മഹല്ല് കമ്മിറ്റികൾ ചേർന്ന് ഈ തീരുമാനമെടുത്തത്. ചരിത്രം കിർസ്റ്റി. ഇന്റർനാഷണൽ ഒളിമ്പിക് കമ്മിറ്റിയുടെ ആദ്യ വനിതാ പ്രസിഡന്റ് എന്ന ചരിത്ര നേട്ടം കുറിച്ച് സിംബാബ്വെക്കാരി കിർസ്റ്റി കോവൻട്രി. ഗ്രീസിൽ ആരംഭിച്ച IOC സെക്ഷനിൽ നടന്ന വോട്ടെടുപ്പിലാണ് തോമസ് ബക്കിന്റെ പിൻഗാമിയായി IOCയുടെ 10ാം പ്രസിഡന്റായി നീന്തലിൽ 2 ഒളിമ്പിക് സ്വർണം നേടിയിട്ടുള്ള കിർസ്റ്റി തിരഞ്ഞെടുക്കപ്പെട്ടത്. 12 വർഷം തോമസ് ബക്ക് അധ്യക്ഷ സ്ഥാനം വഹിച്ചു. IOC പ്രസിഡന്റാകുന്ന ആദ്യ ആഫ്രിക്കൻ വംശജയും ഏറ്റവും പ്രായം കുറഞ്ഞയാളുമാണ് 41-കാരിയായ കിർസ്റ്റി. വോട്ടിംഗിൽ പ്രമുഖരായ 6 പേരെ പിന്തള്ളിയാണ് കിർസ്റ്റി ലോകത്തെ ഏറ്റവും വലിയ കായിക സംഘടനയുടെ അധ്യക്ഷയായത്. കേന്ദ്രം ഓണറേറിയം വർദ്ധിപ്പിക്കുന്നതനുസരിച്ച് സംസ്ഥാനം വർദ്ധിപ്പിക്കുമെന്ന് മുഖ്യമന്ത്രി. ആശാ വർക്കർമാരുടെ ഓണറേറിയം കേന്ദ്ര സർക്കാർ വർദ്ധിപ്പിക്കുന്നതിനനുസരിച്ച് സംസ്ഥാന സർക്കാരും വർദ്ധിപ്പിക്കുമെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ. LDF യോഗത്തിലാണ് മുഖ്യമന്ത്രി ഇക്കാര്യം അറിയിച്ചത്. ആശാ വർക്കർമാരുടെ സമരം തീർക്കണമെന്ന് RJD യോഗത്തിൽ ആവശ്യപ്പെട്ടു. സമരം തീർക്കാൻ ഇടപെടൽ വേണമെന്ന് CPM നിലപാടെടുത്തു. ഈ സാഹചര്യത്തിലായിരുന്നു മുഖ്യമന്ത്രിയുടെ മറുപടി. ആശാസമരം ഒത്തുതീർപ്പാക്കാൻ സർക്കാർ നടപടിയില്ലാത്തതിൽ ഇടതുമുന്നണി ഘടകകക്ഷികൾ ശക്തമായ എതിർപ്പാണ് LDF യോഗത്തിൽ ഉന്നയിച്ചത്. ആശാ സമരം സർക്കാർ ചർച്ചയിലൂടെ പരിഹരിക്കണമെന്ന് LDF യോഗത്തിൽ RJD ആവശ്യപ്പെട്ടു. ഇക്കാര്യത്തിൽ CPI നേതാക്കളും RJDയെ പിന്തുണച്ചു. സമരം തീർക്കുന്നതിൽ സർക്കാരിന് പിടിവാശിയില്ലെന്ന് LDF യോഗത്തിൽ മുഖ്യമന്ത്രി മറുപടി നൽകി. കേന്ദ്ര വിഹിതം വർദ്ധിപ്പിച്ചാൽ അതിനനുസരിച്ച് വിഹിതം വർദ്ധിപ്പിക്കാൻ സംസ്ഥാന സർക്കാർ തയ്യാറാണെന്ന് മുഖ്യമന്ത്രി ഇടതുമുന്നണി നേതാക്കളെ അറിയിക്കുകയായിരുന്നു. പോയ വാരത്തിലെ പ്രധാന വിശേഷങ്ങൾ ഒരിക്കൽ കൂടി. സുനിത ഇറങ്ങിയത് 3ാമത്. സുനിതയ്ക്ക് ഇനി പുതിയ ആകാശം, പുതിയ ഭൂമി. തേനീച്ചക്കൂടുകൾ നീക്കി. DA അനുവദിച്ച് ഉത്തരവായി. ഫിൻലാൻഡുകാർ ഹാപ്പിയാണ്, ഇന്ത്യക്കാർ അത്ര സന്തുഷ്ടരല്ല. ഛത്തീസ്ഗഡിൽ 30 മാവോയിസ്റ്റുകൾ കൊല്ലപ്പെട്ടു. നിത്യലഹരിക്കാർക്ക് ഇനി മഹല്ല് വിലക്ക്. പോരാട്ടം പ്രഖ്യാപിച്ച് പുതുപ്പാടിയിലെ മഹല്ല് കമ്മിറ്റികൾ. ചരിത്രം കിർസ്റ്റി. കേന്ദ്രം ഓണറേറിയം വർദ്ധിപ്പിക്കുന്നതനുസരിച്ച് സംസ്ഥാനം വർദ്ധിപ്പിക്കുമെന്ന് മുഖ്യമന്ത്രി. പോയ വാരത്തിലെ വിശേഷങ്ങൾ അവസാനിച്ചു.
ശിവഗിരി HS റേഡിയോ കേൾക്കൂ, സമ്മാനങ്ങൾ നേടൂ. ഉത്തരങ്ങൾ അയക്കേണ്ട വാട്സപ്പ് നമ്പർ 94 97 26 72 72. പോയ വാരത്തിലെ വിജയി. കഴിഞ്ഞ ആഴ്ചയിൽ ആരും തന്നെ ശരിയുത്തരങ്ങൾ അയച്ചിട്ടില്ല. പോയ വാരത്തിലെ ചോദ്യവും ഉത്തരവും. വിഴിഞ്ഞം രാജ്യാന്തര തുറമുഖത്തിന്റെ 2ഉം 3ഉം ഘട്ടം നിർമ്മാണം എന്നാണ് പൂർത്തിയാവുക? 2028 ഡിസംബർ. ശിവഗിരി HS റേഡിയോ ആഴ്ചയിലെ ചോദ്യം. ഇന്റർനാഷണൽ ഒളിമ്പിക് കമ്മിറ്റിയുടെ ആദ്യ വനിതാ പ്രസിഡന്റ്. ഉത്തരങ്ങൾ അയക്കേണ്ട വാട്സപ്പ് നമ്പർ 94 97 26 72 72. sa sa da sa ni da pa ni da ma ga ma ga re sa. ഈ ആഴ്ചത്തെ വിശേഷങ്ങൾ ഇവിടെ അവസാനിക്കുന്നു. പുതിയ വിശേഷങ്ങളുമായി നമുക്ക് വീണ്ടും കേൾക്കാം. ശിവഗിരി HS റേഡിയോ.